2026 റിലീസായ അഫിനിറ്റി എന്ന വളരെ രസകരമായ ഒരു സ്കൈഫൈ ആക്ഷൻ സൈക്കോളജിക്കൽ റൊമാൻറ്റിക് ത്രില്ലർ കഥയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു സോംബി കഥയെന്നും പറയാം. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ തുടങ്ങുന്നത് ഒരു വീട്ടിലെ ടിവിയിൽ ഇപ്പോൾ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് കേൾപ്പിച്ചുകൊണ്ടാണ്. ആ നാട്ടിൽ ഒരു പ്രത്യേക തരം വൈറസ് പടർന്നു പിടിച്ചിരിക്കുന്നു. അതിനെ അഫിനിറ്റി എന്നാണ് വിളിക്കുന്നത്. ആ ഒരു വൈറസ് മൂലം അഫക്റ്റഡ് ആവുന്ന ആളുകൾ അവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ മാത്രമാണ് ഇതുവരെ ബാധിച്ചിരുന്നത് എന്ന് കരുതിയപ്പോ ഇപ്പൊ അതിന്റെ പരിണാമം സംഭവിച്ച മറ്റൊരു ബി ടൈപ്പ് വൈറസ് എല്ലാവരിലും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അത് ബാധിക്കുന്നവരെ ഒരു സോംബി കണക്ക് മാറ്റുകയാണ്. രൂപത്തിലല്ല, മറിച്ച് അവരുടെ സ്വഭാവത്തില്. വീട്ടുകാരെ പോലും തിരിച്ചറിയാൻ സാധിക്കാതെ അവരെ പോലും കൊന്നുകളയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ന്യൂസ് അവിടെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആ വീട്ടിലെ തറയിൽ രണ്ടുപേർ മരിച്ചു കിടക്കുന്നത് കാണാം. ഒപ്പം തന്നെ അടുത്ത കയ്യിൽ കത്തിയുമായി നമ്മുടെ കഥാനായകനായ സിന്നും നിൽപ്പുണ്ടായിരുന്നു. സിന്നാണ് ഇവരെ കൊന്നത്. അവൻ ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കേട്ട ഒരു അഫിനിറ്റി ബി വൈറസിന്റെ ബാധ ഏറ്റിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെന്നും മനസ്സിലാക്കാം. എന്തായാലും ആ നാട്ടിൽ വ്യാപകമായി ഈ ഒരു അഫിനിറ്റി വൈറസ് മൂലം ആളുകൾ ബാധിക്കുന്നത് കൊണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഇതേ കണക്ക് നടക്കുന്നത് കൊണ്ടും ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇതിനു വേണ്ടി ഏർപ്പാടാക്കുന്നുണ്ട്. ആ ഒരു ടീമിന്റെ ഹെഡായി ഇപ്പോ പ്രൊമോഷൻ നേടി എത്തിയിരിക്കുന്ന ആളാണ് വു. ഇപ്പോ അവന്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കയ്യിലെ മുറിവില് ഡ്രസ് ചെയ്യാനായി പോയിട്ടുണ്ടായിരുന്ന അനീത്തിയെ പിക്ക് ചെയ്യാനായി എത്തുന്നുണ്ട്. അനീത്തിയുടെ പേര് നോങ് എന്നാണ്. നോങ്ങിനോട് അവൾ ബ്ലഡ് ടെസ്റ്റ് എടുത്തതിന്റെ റിസൾട്ടിന്റെ കാര്യങ്ങളൊക്കെ വു തിരക്കുമ്പോൾ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, അഫിനിറ്റി എ വൈറസ് തന്നെയാണ് ഇപ്പോഴും എന്റെ ശരീരത്തുള്ളത്, അത് കൺവേർട്ട് ആയിട്ടില്ല എന്ന് നോങ് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അഫിനിറ്റി വൈറസ് രണ്ട് ടൈപ്പ് ഉണ്ട്, എയും ബിയും. എ ബാധിക്കുന്നവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ മാത്രമേ ബാധിക്കൂ, അതായത് അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളും വരുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ബി ടൈപ്പ് വൈറസ് ബാധിച്ചിരിക്കുന്ന ആളുകൾ ഒരു സോംബി കണക്ക് ചുറ്റിനുമുള്ളവരെ ആക്രമിക്കുന്ന ലെവലിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ്. എന്തായാലും ഇവരതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അതിലൂടെ നിരവധി പോലീസ് വണ്ടികൾ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. നീ വേഗം തന്നെ വീട്ടിലേക്ക് പൊക്കോ, എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വു പോകാനായി ഒരുങ്ങുമ്പോഴേക്കും ഞാനും വരുന്നു എന്ന് പറഞ്ഞ് നോങ് പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ഇവരെത്തി നിൽക്കുന്നത് ഒരു വീടിന്റെ മുന്നിലാണ്. ആ വീട്ടില് അഫിനിറ്റി ടൈപ്പ് ബി വൈറസ് മൂലം ബാധിക്കപ്പെട്ട ഒരു യുവാവ് അയാളുടെ വീട്ടുകാരെ കൊന്നു എന്ന ന്യൂസ് അറിഞ്ഞാണ് മീഡിയക്കാരും പോലീസുകാരും ഒക്കെ ഇപ്പൊ അവിടെ എത്തി നിൽക്കുന്നത്. ആക്ച്വലി പോലീസ് എത്തുന്നതിന് മുന്നേ നാട്ടുകാരും മീഡിയക്കാരും അവിടെ തടിച്ചുകൂടിയെന്നും പറയാം. എന്തായാലും മീഡിയക്കാരാകട്ടെ കൂടി നിൽക്കുന്ന നാട്ടുകാരോട് ഇപ്പോ വീട്ടുകാരെ കൊന്ന ആ ഒരു യുവാവിനെ പറ്റി തിരക്കുമ്പോ അവൻ അങ്ങനെ ആരോട് വലിയ സഹകരണം ഒന്നുമില്ല, അങ്ങനെ മിണ്ടാറൊന്നും ഇല്ലാത്ത ഒരു പയ്യനാണെന്നില്ല. നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടില്ലേ, ഒരു ചെറുപ്പക്കാരൻ അവന്റെ വീട്ടുകാരെ കൊന്നത് നമ്മുടെ കഥാനായകനായ സിൻ. അവനെ പറ്റി തന്നെയാണ് ഈ ചർച്ച നടക്കുന്നത്. ഇത് സിന്നിന്റെ വീടാണ്. സിൻ നടത്തിയ കൊലപാതകത്തെ തുടർന്നാണ് ഇവരെല്ലാം ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത്. അങ്ങനെ അവിടേക്ക് എത്തിക്കഴിയുമ്പോ വു ആകട്ടെ, നീ ഇവിടെ നിൽക്കുക, ഞാൻ കാര്യങ്ങളൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞ് നോങ്ങിനെ വെളിയിൽ തന്നെ നിർത്തി അകത്തേക്കൊക്കെ പോന്നു. അല്പം കഴിയുമ്പോഴേക്കും കുറ്റകൃത്യം നടത്തിയ നമ്മുടെ സിന്നിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതും കാണാം. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ടീം അവനായിട്ട് ആരെയും മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും അവിടെ നിൽക്കുന്ന നമ്മുടെ നോങ്ങിനെ കാണുമ്പോ തൊട്ട് ഒരുമാതിരി നോക്കുകയും കണ്ണെടുക്കാതെ അങ്ങനെ തന്നെ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ആദ്യം അവിടെ ഉണ്ടായിരുന്ന വു കരുതുന്നത് ആ ഒരു പോസ്റ്റ് ബോക്സിലേക്കാണ് അവൻ നോക്കുന്നത്, അവിടെ എന്തെങ്കിലും ഉണ്ടെന്നായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടെയുള്ള പോലീസുകാരെ കൊണ്ട് അത് പരിശോധിപ്പിക്കുമ്പോൾ പോലീസുകാരൊക്കെ പേടിച്ചാണ് തുറക്കുന്ന, ഇനി വല്ല ബോംബും വെച്ചിട്ടുണ്ടോ എന്ന രീതിക്ക്. പക്ഷെ തുറക്കുമ്പോൾ അതിലൊന്നുമില്ല. അപ്പോഴാണ് നമ്മുടെ നോങ്ങിനും അവിടെയുള്ള എല്ലാവർക്കും തന്നെ നോങ്ങിനെയാണ് ഇവൻ നോക്കുന്നതും ചിരിക്കുന്നതും എന്ന് വ്യക്തമാവുന്നത്. എന്താ ഈ പെൺകുട്ടിയെ നോക്കുന്നത്, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്നെല്ലാം അവിടെ നിൽക്കുന്ന മീഡിയക്കാർ അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പോഴേക്കും വൂവിനും മനസ്സിലാവുന്നുണ്ട് അഫിനിറ്റി ടൈപ്പ് ബി വൈറസ് മൂലം അഫക്റ്റഡ് ആയ ആളുകൾക്ക് ടൈപ്പ് എ വൈറസ് മൂലം അഫക്റ്റഡ് ആയ ആളുകളെ കാണുമ്പോൾ ഒരു പ്രത്യേക ആകർഷണം തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി നിന്നാ ശരിയാവില്ല എന്ന് മനസ്സിലാക്കുന്നവൻ വേഗം തന്നെ അവിടെ നിന്ന് സിന്നിനെ കൂട്ടിക്കൊണ്ടു പോകാനേ പറയുന്നു. പക്ഷെ അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും വു എത്രത്തോളം വ്യൂ തടഞ്ഞു നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും സിന്നിന്റെ കണ്ണ് അപ്പോഴും നോങ്ങിൽ തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു സംഭവം നടന്ന് ഇപ്പൊ ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ അന്ന് നടന്ന ആ ഒരു സംഭവത്തിന്റെ ഞെട്ടല് തന്റെ ചെറിയ മയക്കത്തിൽ നിന്ന് ഉണർന്നിരിക്കുന്ന നോങ്ങിനെയാണ് കാണുന്നത്. അന്ന് ആ ടൈപ്പ് ബി അഫക്റ്റഡ് ആയ ചെറുപ്പക്കാരൻ തന്നെ നോക്കി ചിരിച്ച ആ ഒരു ചിരിയും ആ ഒരു കണ്ണെടുക്കാതെ നോക്കിയതൊക്കെ ഇന്നും അവളുടെ നെഞ്ചിൽ ഒരു തീക്കന്നൽ പോലെയുണ്ട്. വർഷങ്ങൾ 5 കഴിഞ്ഞെങ്കിലും അവൾക്കത് മറക്കാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു പേടി സ്വപ്നം കണക്ക് അവളത് കണ്ടുണരാറുണ്ട്. ഇപ്പൊ തന്റെ ഫ്രണ്ടിന്റെ കൂടെ ചെറിയ ഒരു പിക്നിക് കണക്ക് ഒരു കാട് പിടിച്ച ഭാഗത്ത് വന്നിരുന്ന് തന്റെ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തും ഫുഡ് കഴിച്ചു ഇരിക്കുകയാണ് നോങ്. അവളാകട്ടെ റിസർച്ചും ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും ഇവരിപ്പോ കഴിച്ച മഷ്റൂം സൂപ്പ് ഭയങ്കര സ്പൈസി ഒക്കെ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിന് അത് കഴിച്ചിട്ട് വയറിനൊരു വല്ലായ്മ തോന്നുകയും വേഗം അവിടുന്ന് വാഷ്റൂമിലേക്ക് മാറിപ്പോവുകയും ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് അന്ന് ഈ മഷ്റൂം സൂപ്പ് അത് കഴിച്ചാൽ ശരിയാവില്ല എന്ന് ഡൗട്ട് തോന്നിയിട്ടും അത് കഴിക്കുകയാണ് നമ്മുടെ നോങ്. കഴിക്കുമ്പോൾ അവൾക്ക് എന്തൊരു എരിവ്, വയറ് വല്ലാണ്ടാവുന്നേ എന്നൊരു തോന്നൽ വരുന്നുണ്ട്. ആ സമയത്താണ് ഇവരിയ്ക്കുന്ന ആ ഒരു സ്ഥലത്തിനടുത്തൂടെ സ്പെഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ബ്യൂറോയുടെ വണ്ടി പാസ് ചെയ്യുന്നത് നോങ് കാണുന്നത്. അവൾ ജസ്റ്റ് കണ്ടുവിടുന്നു. ആക്ച്വലി ഈ സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ്
ബ്യൂറോ എന്ന വിഭാഗമാണ് അഫിനിറ്റി ബി വൈറസ് മൂലം ബാധിക്കപ്പെട്ട ആളുകളെ കൈകാര്യം ചെയ്യാനായി ഗവൺമെന്റ് ഫോം ചെയ്ത ടീം. അതിലാണല്ലോ നമ്മുടെ നോങ്ങിന്റെ ചേട്ടൻ വൂവും വർക്ക് ചെയ്യുന്നത്. എന്തായാലും ആ വണ്ടിക്കകത്ത് ഇപ്പോ ടൈപ്പ് ബി വൈറസ് മൂലം ബാധിക്കപ്പെട്ട 2 പയ്യന്മാരെയും ഒരു പെൺകുട്ടിയും മറ്റൊരു സെന്ററിലേക്ക് മാറ്റുകയായിരുന്നു. പക്ഷെ വണ്ടിയിലുള്ള അവരാകട്ടെ അവരെ കൊണ്ടുപോകുന്ന ആ പോലീസുകാരെ അറ്റാക്ക് ചെയ്യുകയും പോലീസുകാരുടെ കയ്യിൽ ഉണ്ടായിരുന്ന മെഡിസിൻ കൈക്കലാക്കുകയും ചെയ്യുന്നു. ആക്ച്വലി ഈ മെഡിസിൻ ടൈപ്പ് ബി വൈറസ് ബാധിക്കപ്പെട്ടവരെ കംപ്ലീറ്റ് ആയ ഒരു അസുഖത്തിൽ നിന്ന് മാറ്റാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു മരുന്നല്ല, ഒരു താൽക്കാലിക ശമനം എന്ന രീതിക്ക് മാത്രമുള്ളതാണ്. എന്തായാലും അതവർ കൈക്കലാക്കുന്ന ആ ഒരു ടൈം തന്നെ ടൈപ്പ് ബി വൈറസ് ബാധയുള്ളവർക്ക് ടൈപ്പ് എ വൈറസുകാരുടെ ഒരു പ്രത്യേക സ്മെൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അവർ പരിസരത്തുണ്ടോ എന്നൊക്കെ. അവർക്ക് പ്രത്യേക ഒരു താല്പര്യം ടൈപ്പ് എ വൈറസുകാരോട് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കഴിവ് അവർക്കുള്ളത്. എന്തായാലും ഇവർക്ക് ഇവിടെ അടുത്തെവിടെയോ ടൈപ്പ് എ വൈറസുകാർ ഉണ്ട് എന്ന് മനസ്സിലാവുകയും അവർ വേഗം തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കറക്റ്റായി ടൈപ്പ് എ വൈറസ് മൂലം ബാധിക്കപ്പെട്ടിരുന്ന നമ്മുടെ നോങ്ങുള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നോങ്ങിനെ പിടികൂടുന്ന അയാളാകട്ടെ നീ ഇനി എന്റേതാണ്, ഞാൻ പറയുന്നതെല്ലാം നീ കേട്ട് എന്നെ കംഫോർട്ട് ചെയ്യണമെന്നും പറഞ്ഞ് അവളെ എന്നിട്ട് അയാളുടെ ഒരു അടിമ കണക്ക് അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവാണ്. ഇവർ ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു വണ്ടിയിൽ തന്നെ നോങ്ങിനെ ഇട്ട് അവിടെ നിന്ന് ഇവർ പോകുമ്പോഴേക്കും ഇങ്ങനെ ഒരു കിഡ്നാപ്പിംഗ് നടന്നു, പോലീസിന്റെ വണ്ടി അറ്റാക്ക് ചെയ്യപ്പെട്ടു, 3 ടൈപ്പ് ബിക്കാര് എസ്കേപ്പ് ആയി എന്ന ന്യൂസ് ഒക്കെ തന്നെ ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം ഇവരെ പിടികൂടാനായിട്ടുള്ള കാര്യങ്ങൾ അവർ നീക്കുന്നു. അപ്പോഴേക്കും നോങ് ഉണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക് ഫോളോ ചെയ്ത ഒരാൾ എത്തിയിരുന്നു. എത്തിയത് മറ്റാരും അല്ല, സിന്നാണ്. അവൻ 5 വർഷം കഴിഞ്ഞിട്ടും നോങ് അവനെ ഒരു പേടി സ്വപ്നം കണക്ക് മറക്കാതെ ഓർക്കുന്ന കണക്ക് തന്നെ അവൻ അവളെ ഫോളോ ചെയ്ത് തന്നെ പിറകെ ഉണ്ടായിരുന്നു. പക്ഷെ അവനിപ്പോ ഇവിടെ എത്തിയപ്പോഴേക്കും അവൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരുന്നു. എന്തായാലും അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ആ പോലീസുകാരന്റെ ദേഹത്തുള്ള വോക്കി ടോക്കിയിലൂടെ ഈ ഇൻഫർമേഷൻ പാസ്സാവുന്നത് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സിൻ വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന നോങ്ങിന്റെ വണ്ടി എടുത്തുകൊണ്ട് വേഗം അവരെ പിടികൂടാനായി പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു ട്രക്കില് അകത്തിപ്പോ ആ 2 പയ്യന്മാരുടെ കൂടെ പെട്ടിരിക്കുകയാണ് നോങ്. ട്രക്ക് ഡ്രൈവ് ചെയ്യുന്നത് ഇൻഫെക്റ്റഡ് ആയ ആ പെൺകുട്ടിയാണ്. ഇവർക്ക് മുന്നേ നമ്മൾ കണ്ട മെഡിസിൻ ഉണ്ടെങ്കിൽ ഇവരെ ബാധിച്ചിരിക്കുന്ന ഈ ഒരു വൈറസിൽ നിന്ന് ഇവരുടെ ആ ഒരു എക്സ്ട്രീം വേഴ്സ് ആയ സിറ്റുവേഷനിലേക്ക് പോകുന്നതിൽ നിന്ന് അത് ഇഞ്ചെക്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് തടയാനായി സാധിക്കും. അതുകൊണ്ട് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടയിൽ ആ പെൺകുട്ടി വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. അവൾക്ക് അടുത്ത ഇഞ്ചക്ഷൻ എടുക്കേണ്ട സമയമായി. പക്ഷെ അപ്പോഴേക്കിന്റെ അങ്ങോട്ടേക്ക് എത്തുന്ന സിൻ അവനെ പോലെ തന്നെ ടൈപ്പ് ബി വൈറസ് മൂലം ബാധിക്കപ്പെട്ടിരിക്കുന്ന ഇവരുമായി അവിടെ ഏറ്റുമുട്ടുകയും അവരിൽ നിന്ന് ഒരുവിധം കഷ്ടപ്പെട്ട് നോങ്ങിനെ രക്ഷപ്പെടുത്തി പുറത്തെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പുറത്തെത്തുമ്പോഴേക്കും അവനും ആകെ വീക്കായിരുന്നു. അവന് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ടൈം ആയിട്ടുണ്ട്. പക്ഷെ അവന്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. തന്റെ കൺട്രോൾ ഇപ്പോ കയ്യിൽ നിന്ന് പോകുമെന്നും താൻ ഒരു പക്ഷെ നോങ്ങിനെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്നും തോന്നുന്നതുകൊണ്ടാകാം അവൻ വേഗം തന്നെ അവളെ രക്ഷപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് പോകാനായി പറയുമ്പോൾ അവൾക്ക് ഇത് ആരെ എന്താണെന്നൊന്നും മനസ്സിലായില്ല. അവളെ രക്ഷപ്പെടുത്തിയ അവളെ കണക്ക് ഒരു ടൈപ്പ് എ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിക്ക് അവളാകട്ടെ എന്ത് പറ്റി, എന്തെങ്കിലും പറ്റിയോ, പരിക്ക് പറ്റിയോ എന്നൊക്കെ ചോദിച്ചാൽ ടെൻഷൻ ആകുമ്പോഴേക്കും അപ്പോഴാണ് അവന്റെ മുഖം അവൾ കാണുന്നത്. പെട്ടെന്ന് പേടിച്ച് അവൾ പോകാനായി ഒരുങ്ങുന്നു. കാരണം 5 വർഷങ്ങളായി അന്നത്തെ അവന്റെ ചിരി അവളുടെ ഉറക്കം കെടുത്തുന്നതാണ്. ഇപ്പോഴത്തെ അവനെ വീണ്ടും നേരിട്ട് കണ്ടുമുട്ടിയിരിക്കുന്നു. അവൾ ആകെ പേടിച്ച് രക്ഷപ്പെടാനായി ഒരുങ്ങുമ്പോൾ പക്ഷെ അവൻ എന്തുകൊണ്ടോ അവളെ വിടാതെ അപ്പൊ പിടിച്ചു നിർത്തുകയും നീ എന്റേതാണെന്നൊക്കെ വളരെ അധികാരത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ കയ്യിൽ അപ്പോഴേക്കും മുന്നേ ട്രക്കിൽ അവൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട സമയത്ത് അവിടെ നിന്ന് മെഡിസിൻ കൈക്കലാക്കിയിരുന്നു. ഇപ്പൊ അതെടുത്ത് അവനെ ഇഞ്ചെക്ട് ചെയ്തവൾ അവനങ്ങനെ താഴേക്ക് വീഴുമ്പോഴേക്കും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും വളരെ പേടിയുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി ഓടി അവൾ പെട്ടെന്ന് മുന്നിൽ ഒരു വോള് കാണാതെ നേരെ അവിടെ ചെന്ന് ഇടിച്ച് ബോധം കെട്ട് താഴേക്ക് വീഴുന്നു. അങ്ങനെ പിന്നീട് നോങ് കണ്ണു തുറക്കുമ്പോഴേക്കും അവളൊരു ഹോസ്പിറ്റൽ കണക്കുള്ള സെറ്റപ്പിലാണുള്ളത്. ഹോസ്പിറ്റൽ ബെഡ് കണക്ക് ബെഡും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. നോക്കുമ്പോൾ അവളുടെ ഫ്രണ്ടും നല്ല മയക്കത്തില് തൊട്ടപ്പുറത്തെ ബെഡിലുണ്ട്. മഷ്റൂം സൂപ്പ് കഴിച്ച് വയറിന് വയ്യാഴിക്ക് വന്ന അതേ ഫ്രണ്ട് തന്നെ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി, തന്നെ അറ്റാക്ക് ചെയ്യാൻ വന്ന അയാൾ എന്ത് ചെയ്യേ, എങ്ങനെ രക്ഷപ്പെട്ടു എന്നൊന്നും ഒരു പിടുത്തം ഇല്ലാണ്ട് അവൾ ഇങ്ങനെ ആലോചിക്കുമ്പോഴേക്കും അടുത്ത് നിൽക്കുന്ന ഡോക്ടറിനെ അവൾ കാണുന്നുണ്ട്. അയാളുടെ മുഖം കണ്ട് അവൾ വീണ്ടും പേടിച്ച് നിലവിളിക്കുന്നു. കാരണം അവളെ കഴിഞ്ഞ ദിവസം അറ്റാക്ക് ചെയ്ത അവളുടെ പേടി സ്വപ്നമായ ആ പയ്യൻ നമ്മുടെ സിൻ. ആക്ച്വലി കഴിഞ്ഞ ദിവസം അവൻ അവളെ ഹെൽപ്പ് ചെയ്തതാണ്. പക്ഷെ അവളുടെ വിചാരം അവൻ ഉപദ്രവിക്കാൻ നോക്കി എന്നതാണ്. എന്തായാലും അവളാകെ പേടിച്ച് നിലവിളിക്കുമ്പോഴേക്കും അവനാകട്ടെ മുന്നേ ഇവർ തമ്മിൽ കണ്ടിട്ടുണ്ട് എന്ന ഒരു ഭാവവും അവിടെ കാണിക്കാതെ എന്ത് പറ്റി, ആക്ച്വലി നിങ്ങളിപ്പോൾ ഉള്ളതൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഇന്നലെ 2 പേരെയും ആ കാടിന്റെ ഭാഗത്ത് ബോധം കെട്ട നിലയിൽ കണ്ടെത്തി അങ്ങനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാണെന്നൊക്കെ പറയുമ്പോൾ അവൻ ഇവളെ യാതൊരു പരിചയം ഉള്ളതായോ അല്ലെങ്കിൽ ഇവൻ ഒരു ടൈപ്പ് ബി അഫക്റ്റഡ് ആയ ആളാണ്, ടൈപ്പ് എ അഫക്റ്റഡ് ആയ അവളോട് അവനൊരു അഫിനിറ്റി ഉള്ളതുകൊണ്ട് അവളുടെ പുറകെ നടക്കുന്ന ഒരാളാണ് അവൻ എന്ന യാതൊരു ഭാവവ്യത്യാസവും മുഖത്തില്ലാതെയാണ് അവൻ സംസാരിക്കുന്നത്. അവളാകട്ടെ കേൾക്കുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ യാതൊരു വിശ്വാസവും ഇല്ലാണ്ടിരിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം കഴിച്ച ആ ഒരു മഷ്റൂം ഹാലൂസിനേഷൻ എഫക്റ്റ് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് എന്തൊക്കെയോ നടക്കാത്ത കാര്യങ്ങളൊക്കെ നോങ്ങിന് തോന്നുന്നത് എന്നൊക്കെ സിൻ അവളോട് പറയുന്നുണ്ടായിരുന്നു. ശരി, ഇയാൾ പറയുന്ന കണക്ക് ഇവിടുത്തെ ഒരു ആളായിരിക്കാം, ഞാൻ വിചാരിക്കുന്ന ആളാവാതിരിക്കാം, പക്ഷെ കണ്ട അവനെ കണക്ക് തന്നെ ഉണ്ടല്ലോ. ആ കൊലക്കേസിൽ അന്ന് പോലീസ് പിടിച്ചപ്പോ എന്നെ നോക്കി ചിരിച്ച ആ ടൈപ്പ് ബി ഇൻഫെക്റ്റിയ കണക്ക് തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ അവൾക്ക് ഭയങ്കരമായിട്ട് ആ ഒരു സാമ്യം മനസ്സിൽ ഇങ്ങനെ നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് അങ്ങനെ പോകാനും കഴിയില്ല. കാരണം ഇവിടെയാണ് അവൾ മുന്നേ പറഞ്ഞ അവളുടെ ഇന്റേൺഷിപ്പ്
ഇപ്പൊ അവൾ ചെയ്യാനായി പോകുന്നത്. ഈ ഒരു ബയോളജിക്കൽ റിസർച്ച് ലാബില് ഇനി കുറച്ചു നാൾ അവൾ കാണും. അതുകൊണ്ട് തന്നെ ഇവിടെ അവൾക്ക് വളരെ സംശയാസ്പദമായി തോന്നുന്ന ഈ പയ്യൻ അവൾക്ക് വളരെ ഒരു പേടി സ്വപ്നമായി മാറുന്നുണ്ട് ഇപ്പൊ. അങ്ങനെ ഇവിടം കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ശേഷം എന്ത് സംഭവിച്ചു എന്നറിയാനായി നമുക്ക് അടുത്ത എപ്പിസോഡുമായി കാണാം. അടുത്ത എപ്പിസോഡ് മൂവി മാനിയ റീലോഡഡ് എന്ന നമ്മുടെ ചാനലിലാണ് അപ്ലോഡ് ചെയ്യുക. മിസ്സാക്കാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ വീണ്ടും കാണും വരെ ബൈ.